പ്രതീക്ഷിക്കാതെ പെയ്ത മഴയിൽ റൈമിൻ്റെയും ജുവൻ്റെയും സോൾ പരസ്പരം ചേഞ്ചായി രണ്ടുപേരും പഴയതുപോലെ ആവുന്നുണ്ട്. അത് മനസ്സിലായതോടെ റൈം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ജുവനും ശരിക്കും സന്തോഷമാവുന്നുണ്ട്. പക്ഷേ നേരത്തെ റൈം ഇരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അവനാണല്ലോ തടവിലായിരിക്കുന്നത്. അവിടെ നിന്ന് പുറത്തിറക്കാൻ അവൻ പറയുന്നുണ്ടെങ്കിലും നേരത്തെ അവൻ തന്നെ പുറത്തിറക്കില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതിൻ്റെ വാശിക്ക് റൈമും അവനെ പുറത്തിറക്കാൻ തയ്യാറാവാതെ തിരികെ പോകാൻ തുടങ്ങുന്നു. അവളുടെ ഇടികിട്ടിയ ആളിൻ്റെ അടുത്ത് ചെന്ന് മുമ്പ് അവൻ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അവനുമായി സെറ്റിൽമെൻറ്റിന് തയ്യാറാവരുത് എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. റൈം ഒരു ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ജുവൻ വക്കീലിനോട് വരണ്ട എന്ന് പറഞ്ഞിരുന്നല്ലോ. അത് കാരണം വക്കീൽ വരുന്നതുവരെ അവന് അവിടെ സെല്ലിൽ ഇരിക്കേണ്ടി വരുന്നു. എത്രയും പെട്ടെന്ന് വക്കീലിനെ അവിടേക്ക് വിളിച്ചു വരുത്താൻ അവൻ അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്. നേരത്തെ വക്കീൽ പാതി വഴി വരെ വന്നിട്ട് തിരികെ പോയതാണ്, അതുകൊണ്ട് കുറച്ച് സമയം കൂടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് അസിസ്റ്റൻ്റ് അറിയിക്കുന്നു. തടവറയ്ക്കുള്ളിൽ വേറെയും 2 പേരുണ്ട്. അവൻ അവിടെ ഇരുന്ന് ബഹളം വയ്ക്കുന്നതിന് അതിലൊരാൾ വഴക്ക് പറയുന്നുണ്ട്. മറ്റേയാൾ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ്. അയാൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് കണ്ട് എവിടെയോ പരിചയം തോന്നി പരിശോധിച്ചപ്പോഴാണ് അവൻ്റെ ഫേവറേറ്റ് ട്രാക്ക് സ്യൂട്ട് പോലെ ഒന്നാണ് അയാളും ധരിച്ചിരിക്കുന്നതെന്ന് അറിയുന്നത്. ഏത് ബ്രാൻഡാണ് എന്ന് നോക്കാൻ വേണ്ടി അവൻ അയാളെ തിരിച്ചു കിടത്തി അതിൻ്റെ ബ്രാൻഡ് നോക്കാൻ തുടങ്ങിയപ്പോഴാണ് ഏതോ ക്ലബിൽ കിട്ടുന്ന ലോക്കൽ ഡ്രസ്സാണത് എന്ന് മനസ്സിലാവുന്നത്. റൈം ഈ സമയം തിരികെ അവളുടെ വീട്ടിലെത്തിയിരുന്നു. കുറേ കാലത്തിന് ശേഷം അവിടേക്ക് വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. അയോങ്ങിനെ കണ്ടപ്പോൾ തന്നെ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞ് അവളോട് ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജുവൻ വീടിനുള്ളിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ റൈം അതിനു ശേഷമാണ് കാണുന്നത്. അവിടെ പുതിയ കുറേ ഫർണിച്ചറും ലൈറ്റും ഒക്കെ അവൻ വാങ്ങിയിട്ടിരുന്നു. അവരുടെ ബെഡും മാറ്റിയിരുന്നു. ഇതൊക്കെ എപ്പോഴാണ് മാറ്റിയത്, ആരാണ് ചെയ്തത് എന്നൊക്കെ റൈം അയോങ്ങിനോട് ചോദിക്കുന്നു. നീ തന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണോ? ഇതൊക്കെ ഇവിടെ വന്നത് കാരണം മര്യാദയ്ക്ക് ഈ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അയോങ് പരാതി പറയുന്നുണ്ട്. ഞാൻ ഇതൊക്കെ ചെയ്തപ്പോൾ നിനക്ക് എന്നെ തടയാൻ പാടില്ലായിരുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് ഞാൻ ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാമെന്ന് റൈം പറയുന്നുണ്ട്. ആകെ നനഞ്ഞു വിളിച്ചാണല്ലോ അവൾ വന്ന് കയറിയത്. ഡ്രസ്സ് അവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നീയല്ല ഇവിടെ നിന്ന് ഡ്രസ്സ് ചെയ്യേണ്ട, അവരവരുടെ റൂമിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ മതി എന്ന് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുകയാണോ എന്ന് അയോങ് ചോദിക്കുന്നു. അത് മാത്രമല്ല നീ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒന്നും ഇവിടെ കഴുകിയിടാൻ സമ്മതിച്ചില്ല, എൻ്റെ പുറം ഭയങ്കര വൃത്തികേടാണ് എന്ന് പറഞ്ഞ് തേച്ച് തരാനും തയ്യാറായില്ല എന്നൊക്കെ അയോങ് പരാതികളുടെ ഒരു നീണ്ട നിര തന്നെ പറയുന്നുണ്ട്. റൈമിന് അവളെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അയോങ് അവളോട് പിണങ്ങി അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ജുവൻ ഒരു VVIP കസ്റ്റമറെ തല്ലി ജയിലിലാണ് എന്നുള്ള വിവരം പാർക്ക് മുത്തശ്ശനെ അറിയിക്കുന്നു. മുത്തശ്ശൻ അവനെതിരെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സംഭവിച്ചത് എന്താണ് എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ജുവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഒരു പെൺകുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയ അയാൾക്ക് അത് തന്നെ കിട്ടണം, അവനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. അതോടെ മുത്തശ്ശൻ കുറച്ച് സോഫ്റ്റ് ആവുന്നുണ്ട്. ഈ സമയത്ത് ജുവൻ്റെ അമ്മ അവിടേക്ക് വരുന്നു. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ് അവരും വിവരം അറിയുന്നു. ജുവൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് അമ്മയുടെ കോൾ വന്നത്. വക്കീലിനെ ആയിരുന്നു അമ്മ വിളിച്ചത്. അമ്മയാണ് എന്ന് അറിഞ്ഞപ്പോൾ താൻ അടുത്തുണ്ടെന്ന് പറയേണ്ടതെന്ന് അവൻ പറയുന്നതിനാൽ വക്കീൽ ഫോൺ അവന് നൽകുന്നില്ല. വക്കീൽ പോയ ശേഷമാണ് സ്വന്തം കാറിലല്ല പോലീസുകാരുടെ വണ്ടിയിലാണ് അവിടേക്ക് വന്നത്. തിരികെ പോകാൻ വണ്ടിയില്ല എന്ന് ജുവൻ അറിയുന്നത്. എങ്കിൽ പിന്നെ വേറെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഒരു കൂട വാങ്ങിക്കൊണ്ട് വന്നുകൂടെ എന്നൊക്കെ ചോദിച്ച് ജുവൻ മുമ്പത്തെ പോലെ തൻ്റെ തനി സ്വഭാവം അസിസ്റ്റൻറ്റിന് മുന്നിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി അവൻ നല്ല സോഫ്റ്റ് ആയിരുന്നതിനാൽ അസിസ്റ്റൻറ്റിന് നല്ല സുഖമായിരുന്നു. ഇപ്പോൾ അവൻ്റെ പഴയ സ്വഭാവം വന്നത് കാരണം അവന് വീണ്ടും ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിരിക്കുകയാണ്. ജുവൻ അവിടെ നിന്ന് നേരെ പോയത് റൈമിൻ്റെ വീട്ടിലേക്കാണ്. അവൻ ആ സമയത്ത് അവിടേക്ക് വരുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. അയോങ് രാത്രി കഴിക്കാനുള്ള ഫുഡും വാങ്ങിക്കൊണ്ട് തിരികെ വന്നത് ഈ സമയത്താണ്. ജുവൻ ആണെങ്കിൽ കുറച്ച് ദിവസങ്ങളായി അവിടെയല്ലേ താമസിക്കുന്നത്. അതുകൊണ്ട് അവളെ കണ്ടപ്പോൾ സൗഹൃദത്തോടെ സംസാരിക്കുന്നു. അയോങ് ശരിക്കും സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. റൈമിനോട് തനിച്ചെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് ജുവൻ പുറത്തേക്ക് പോകുന്നു. അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് കയറുന്നതിൻ്റെ ഭാഗത്തായി കുറച്ച് നനയാതെ നിൽക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് അവർ സംസാരിച്ചത്. സ്റ്റേഷനിൽ തന്നെ തനിച്ചാക്കി പോകുന്നതിന് ജുവൻ പരാതി പറഞ്ഞപ്പോൾ കൂടുതൽ സമയം നിൻ്റെ അടുത്ത് നിന്നാൽ നമ്മൾ വീണ്ടും മാറിപ്പോയാലോ എന്ന് പേടിച്ചാണ് ഞാൻ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നത് എന്ന് റൈം അറിയിക്കുന്നു. ഇന്നത്തെ പോലെ ഒരു സാഹചര്യം ഇനിയാണെങ്കിലും എൻ്റെ മുന്നിൽ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ പേരിൽ നിനക്കുണ്ടാവുന്ന നഷ്ടം എത്രയാണെന്ന് പറഞ്ഞാൽ ഞാൻ അത് തന്നു തീർത്തോളാമെന്ന് അവൾ അറിയിക്കുന്നു. ജുവന് പക്ഷേ അവളുമായി തർക്കിക്കാനൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. റൈം ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിടിവിട്ട് മാറുന്നില്ല. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. കുറച്ച് സമയം അങ്ങനെ നിന്നതിന് ശേഷമാണ് അവൻ പിടിവിട്ടത്. നിന്റെ തെറ്റിൻ്റെ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നഷ്ടപരിഹാരം എങ്ങനെയാണ് തരാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നാളെ ഓഫീസിലേക്ക് വന്ന് നീ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ യാത്ര പറഞ്ഞ് പോകുന്നു. യൂൻസോളിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് ഓസ്കാർ കുറച്ച് വൈകിയാണ് തിരികെ എത്തിയത്. ആ സമയത്തും സോൺ അവൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവനെ തിരികെ കൊണ്ടുവിടാനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അവിടെ തന്നെ തങ്ങാൻ ഓസ്കാർ അവനോട് പറയുന്നു. ജോലിക്കാരിയോട് അവന് വേണ്ടി ഒരു റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാനും ഫുഡ് റെഡിയാക്കി കൊടുക്കാനും അവൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് പാട്ട് ലീക്ക് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ
എന്നൊക്കെ സോൺ ചോദിച്ചെങ്കിലും ഓസ്കർ അതിന് വ്യക്തമായ മറുപടി ഒന്നും നൽകുന്നില്ല. നാളെ സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. എന്തായാലും അന്ന് അവിടെ നിൽക്കാൻ അവൻ തയ്യാറാവുന്നുണ്ട്. ജൂവൻ തിരികെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് റൈം അവിടുത്തെ സെക്യൂരിറ്റി കോഡ് ചേഞ്ച് ചെയ്തിരിക്കുന്നുവെന്ന് അറിയുന്നത്. അവൻ അപ്പോൾ തന്നെ അവളെ വിളിക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് ഫോണും തമ്മിൽ മാറിയിരിക്കുന്നു. അവളുടെ ഫോണാണ് ഇപ്പോൾ കയ്യിലുള്ളത് എന്ന് അറിയുന്നത്. തൻ്റെ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചപ്പോൾ ഇഡിയറ്റ് എന്ന പേരിലായിരുന്നു അതിൽ സേവ് ചെയ്തിരുന്നത്. അത് കണ്ടപ്പോൾ അവനാകെ ദേഷ്യം വരുന്നുണ്ട്. ഫോൺ മാറിയ വിവരം റൈം ഈ സമയം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. എൻ്റെ പേരെന്താണ് ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അവൾ അതിന് മറുപടിയും നൽകുന്നില്ല. സെക്യൂരിറ്റി കോഡ് എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ മുമ്പ് അവൻ ചെയ്തതുപോലെ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഫോൺ കുറച്ച് മാറ്റി പിടിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു. ജൂവന് അകത്തേക്ക് കയറാൻ വേറെ വഴിയില്ലാത്തതിനാൽ മുമ്പ് സെറ്റ് ചെയ്തിരുന്ന ഡ്രീം ഗേളിൻ്റെ നമ്പർ പോലെ ഇപ്പോൾ റൈമിൻ്റെ ഫിഗറിൻ്റെ നമ്പർ ഇമാജിൻ ചെയ്തിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും വർക്കാവുന്നില്ല. ഈ സമയത്താണ് ഞാനൊരു ക്ലൂ തരാം, ഇതൊരു ഗാലക്സിയുടെ നമ്പറാണ് എന്ന് പറഞ്ഞ് റൈം മെസ്സേജ് അയച്ചത്. ഗാലക്സി എന്നൊക്കെ സൂചിപ്പിച്ചപ്പോൾ മുമ്പൊരു തവണ ഓസ്കയോട് അവൻ ഭൂമിയിലേക്ക് വന്ന സ്റ്റാർ ആണ് എന്നൊക്കെ അവൾ പറയുന്നത് അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓസ്കയുടെ പേരിൻ്റെ നമ്പർ ആയിരിക്കണം എന്ന് ചിന്തിച്ച് അവൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ചെയ്തത്. പക്ഷേ അത് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ ഡോർ ഓപ്പൺ ആവുന്നുണ്ട്. അകത്ത് കയറാൻ പറ്റിയെങ്കിലും അവൾ ഓസ്കയുടെ പേര് അതിൻ്റെ കോഡായി സെറ്റ് ചെയ്തിരുന്നത് അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും ആശ്വാസവും ഒക്കെ അവന് അകത്ത് കയറിയപ്പോൾ ഉണ്ടായിരുന്നു. ഷൂ ഊരി മാറ്റിയ ശേഷമാണ് കാലിൽ കിടക്കുന്ന സോക്സ് ഓസ്കയുടെ പടമുള്ളതാണ് എന്ന് അവൻ കാണുന്നത്. ദേഷ്യം സഹിക്കവയ്യാതെ അവൻ അപ്പോൾ തന്നെ അത് ഊരി എറിയുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ മുകളിൽ ഒരിടത്ത് അണ്ടർവെയറുകളെല്ലാം കഴുകി നിരത്തിയിട്ടിരിക്കുന്ന അവൻ കണ്ടത്. അത് കണ്ട് അവൻ ബോധം കെട്ട് വീണില്ലെന്നേ ഉള്ളൂ. സ്വന്തം ബെഡിൽ കിടന്നുറങ്ങാൻ പറ്റുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു റൈമും ഈ സമയം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കിടയിൽ രാത്രി ഒന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ എന്നൊക്കെ അവൾ അയോങ്ങിനോട് ചോദിക്കുന്നുണ്ട്. അയോങ് ആകെ കൽപ്പിലാണ്. ബെഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജൂവൻ അവളെ കൂടെ കിടത്താതെ തറയിൽ കിടക്കാൻ പറഞ്ഞ് അവൾക്ക് പഴയ ബെഡ് നൽകിയിരുന്നു. അങ്ങനെ അയോങ് ഇപ്പോൾ താഴെയാണ് കിടക്കുന്നത്. ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ റൈം പറയുന്നുണ്ടെങ്കിലും അവൾ തൽക്കാലം പിണക്കം മാറ്റാൻ തയ്യാറാവാതെ ഉറങ്ങാനായി കിടക്കുന്നു. രാവിലെ 6 മണിക്ക് വിളിക്കാൻ അലാറം വയ്ക്കാനും റൈമിനോട് പറയുന്നുണ്ട്. അങ്ങനെ റൈം ജുവൻ്റെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്താണ് അതിൽ അവളുടെ ആക്ഷൻ സ്കൂളിലെ വാർഡ്രോബിലുണ്ടായിരുന്ന ഫോട്ടോസ് അവൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നത്. ഇവൻ ഇതൊക്കെ എപ്പോൾ എടുത്തുവെന്ന് അവൾ അത്ഭുതത്തോടെ ചിന്തിക്കുന്നുണ്ട്. യൂൻസിയോളിനെ പ്രൊപ്പോസ് ചെയ്ത സമയത്ത് അവൾക്ക് നൽകാനായി കരുതിയിരുന്ന മോതിരം ഓസ്കർ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവൾ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആ മോതിരവും കയ്യിലെടുത്ത് വെച്ച് അവനാകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ജൂവൻ അവൻ്റെ അടുത്തേക്ക് വന്നത്. കുറേ കാലത്തിന് ശേഷം സ്വന്തം രൂപത്തിൽ അവനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ സന്തോഷത്തിലാണ് ജൂവൻ. പക്ഷേ ഓസ്കയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. അവൻ പെട്ടെന്ന് അവിടേക്ക് കയറി വന്നിട്ട് എനിക്ക് നിന്നെ മിസ് ചെയ്തു, ഞാൻ എത്രത്തോളം ദൂരത്തായിരുന്നെന്ന് നിനക്ക് വല്ല ഐഡിയയുമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ എന്താ വല്ല ഡ്രഗ്സും കഴിച്ചിട്ട് വന്ന് നിൽക്കുകയാണോ എന്ന് ഓസ്കർ ചോദിക്കുന്നുണ്ട്. ആൽബത്തിലെ ടൈറ്റിൽ സോങ്ങിൻ്റെ കോപ്പിയുടെ പ്രശ്നത്തെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് റൈം ഓസ്കയ്ക്ക് ഒരു മെസ്സേജ് അയച്ചത്. ജൂവൻ്റെ ഫോണിൽ നിന്നായിരുന്നു അവൾ അവൻ്റെ കോൺടാക്റ്റ് എടുത്തത്. വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഓസ്കയെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അവൾ മെസ്സേജ് അയച്ചത്. ഓസ്കർ അതിന് റിപ്ലൈ നൽകുന്നു. ആരാണ് മെസ്സേജ് അയച്ചത് എന്ന് ജൂവൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു ഫാൻ ഗേൾ ആണ് എന്ന് മാത്രമാണ് ഓസ്കർ പറഞ്ഞത്. ഓസ്കർ റിപ്ലൈ അയച്ച മെസ്സേജ് ജുവൻ്റെ ഫോണിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ റൈമാണ് മെസ്സേജ് അയച്ചത് എന്ന് അവന് മനസ്സിലാവുന്നു. അവൾക്ക് നിന്നോട് ശരിക്കും ഫീലിങ്സ് ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്, ഇതൊക്കെ അവളുടെ ഒരു തമാശ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് പോയത്. അടുത്ത ദിവസം ജുവൻ ഓഫീസിലേക്ക് വരുന്നത് പ്രതീക്ഷിച്ച് സ്റ്റാഫെല്ലാം റെഡിയായിക്കൊണ്ട് നിൽക്കുകയാണ്. തലേ ദിവസം തങ്ങൾക്ക് വേണ്ടി ഒരു കസ്റ്റമറെ അടിക്കാൻ വരെ പ്രസിഡന്റ് തയ്യാറായതല്ലേ. അത്രയ്ക്ക് ഹീറോ ആയിട്ടുള്ള അവനെ കാണാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മുമ്പൊന്നും ഇങ്ങനെ സ്റ്റാഫിൻ്റെ പ്രശ്നത്തിൽ അവൻ ഇത്ര കാര്യമായി ഇടപെട്ടിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് വന്ന ഈ മാറ്റം തന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണം എന്നൊക്കെ അയോങ് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് അവൻ വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവൾ ക്യൂവിൽ പോയി നിന്നത്. പക്ഷേ ജുവൻ അവളെ ഒന്ന് മൈൻഡ് ചെയ്യുക പോലും ചെയ്യാതെ പാസ് ചെയ്ത് പോകുന്നു. കുറച്ച് ദിവസങ്ങളായി ലിഫ്റ്റിലൂടെ ആയിരുന്നല്ലോ റായും പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ജുവൻ പഴയതുപോലെ എസ്കലേറ്റർ വഴി തന്നെയാണ് മുകളിലേക്ക് പോയത്. ഈ വിവരം പാർക്ക് അപ്പോൾ തന്നെ അറിയുന്നു. ഇവനിങ്ങനെ ഇടയ്ക്കിടെ മൂഡ് മാറ്റുന്നത് എന്താണ്, വീണ്ടും എസ്കലേറ്റർ ഉപയോഗിക്കുന്നത് എന്താണ് എന്നൊക്കെ ചിന്തിച്ച് അയാളാകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഓഫീസിനുള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അടുത്തിടെ കുറേ ഡോക്യുമെൻറ്റ്സ് റായും തനിക്ക് പകരം സൈൻ ചെയ്തിരുന്നുവെന്ന് ജുവൻ അറിയുന്നത്. ഒപ്പിൽ വന്നിരിക്കുന്ന മാറ്റം കണ്ട് അവനാകെ ഷോക്കാവുന്നു. എങ്ങനെ ബോർഡ് മെമ്പേഴ്സിനോട് ഇതിനെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് പോലും അവനൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ അവനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് സൈൻ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകളൊന്നും വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്ന വിവരം അറിയിക്കുന്നു. പാർക്ക് അതിനെ നന്നായി എതിർക്കുന്നുണ്ട്. പക്ഷേ അയാൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രോജക്റ്റിന്റെ പോരായ്മകൾ പറഞ്ഞിട്ട് അത് വീണ്ടും ചെയ്തുകൊണ്ട് വരാൻ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. അടുത്ത ദിവസവും ഓസ്കർ യൂൻസിയോളിന്റെ ഓഫീസിലെത്തുന്നു. അന്ന് അവളെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞപ്പോഴാണ് അവിടെ നിന്നാണ് അവന്റെ പാട്ട് ലീക്ക് ആയിരിക്കുന്നത് എന്നുള്ള വിവരം അവൾ അറിയുന്നത്. പക്ഷെ അവളാണത് ചെയ്തത് എന്ന രീതിയിലാണ് ഓസ്കർ സംസാരിക്കുന്നത്. അല്ലെന്ന് പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് യൂൻസിയോൾ അതിനെ ശ്രമിക്കുന്നില്ല. അവളെക്കുറിച്ച് നന്നായി വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് ഓസ്കർ അവിടെ നിന്ന് പോയത്. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ അവിടെ നിന്ന് കുറെ കരയുന്നുണ്ട്.
ഓസ്കർ അവിടെ വന്നിരുന്ന് പറഞ്ഞിട്ട് പോകുന്നതൊക്കെ മറ്റൊരു സ്റ്റാഫ് മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ വേറൊരു സ്റ്റാഫിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നു. സത്യത്തിൽ അവർ യൂൻസിയോളിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഏതോ ഒരു സൈറ്റ് ഓപ്പൺ ആക്കിയപ്പോൾ എങ്ങനെയോ ആ പാട്ട് അബദ്ധത്തിൽ ലീക്കായതാണ്. ഇപ്പോഴാണ് അവരും അതിനെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ യൂൻസിയോൾ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് ആകെ പ്രശ്നമാകുമല്ലോ എന്നോർത്ത് തൽക്കാലം അത് രഹസ്യമാക്കി തന്നെ വയ്ക്കാൻ രണ്ടുപേരും കൂടി തീരുമാനിക്കുന്നു. റൈം അന്ന് വളരെ സന്തോഷത്തോടെയാണ് ആക്ഷൻ സ്കൂളിലേക്ക് എത്തിയത്. അന്നത്തെ അവളുടെ പെരുമാറ്റം കണ്ട് സീനിയേഴ്സ് ആകെ അന്തം വിടുന്നു. കുറച്ച് ദിവസങ്ങളായി അവളൊരു വല്ലാത്ത രീതിയിലാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിനക്കിത് എന്ത് പറ്റി? നീ ജുവണുമായി ബ്രേക്കപ്പ് ആയോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങളാവുന്ന അത്ര കാര്യമാക്കണ്ട, ഇതാണ് ശരിക്കുള്ള ഞാനെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവൾ ജെങ്സുവിനെ മീറ്റ് ചെയ്യാനായി പോകുന്നു. മുമ്പ് ജുവൺ അവനോട് പറഞ്ഞ റഫായിട്ടുള്ള വാക്കുകളൊക്കെ ജെങ്സുവിന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. റായും തന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചതിന്റെ വിഷമത്തിലാണ് അവൻ ഇപ്പോഴും. അവൻ കുളിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്താണ് റായും മുറിയിലേക്ക് കയറി ചെന്നത്. അവനെ കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന് കയ്യിൽ പിടിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. അവളുടെ പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് ജെങ്സു ശരിക്കും അമ്പരക്കുന്നുണ്ട്. അപ്പോഴാണ് സ്ക്രിപ്റ്റ് കണ്ടിരുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ റായും പറഞ്ഞത്. പക്ഷെ അന്ന് ജെങ്സുവിൻ്റെ മുന്നിൽ നിന്നാണല്ലോ ജുവൺ ഇംഗ്ലീഷിൽ അതെല്ലാം വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇത്ര പെട്ടെന്ന് അത് മറന്നുപോയോ? നീ എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിച്ചത് എന്നൊക്കെ ജെങ്സു ചോദിക്കുന്നുണ്ട്. ജുവൺ അത് വായിച്ചു കാണും എന്നുള്ള കാര്യം റൈമിന് മനസ്സിലാവുന്നു. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തൽക്കാലം എൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്കിതൊക്കെ പറഞ്ഞു തരണം. ഞാൻ പോയി കൂടുതൽ സമയം പ്രാക്ടീസ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് റായും തിരികെ പോകുന്നു. ജുവൺ റായുമാണ് എന്ന രീതിയിൽ ജുവന്റെ അമ്മയിൽ നിന്ന് കുറെ ക്യാഷൊക്കെ വാങ്ങിയിരുന്നല്ലോ. അതൊക്കെ അവൾ എന്ത് ചെയ്തു എന്നറിയാനായി അമ്മ ഒരാളെ ഏർപ്പാടാക്കിയിരുന്നു. ആ ക്യാഷ് കൊണ്ട് കുറെ ആഡംബര സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിനെ പറ്റി അവർക്ക് റിപ്പോർട്ട് കിട്ടുന്നു. ക്യാഷ് വാങ്ങിയതിൽ അവൾക്ക് യാതൊരു കുറ്റബോധവുമില്ല. മാത്രമല്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് മുഴുവൻ ചിലവാക്കുകയും ചെയ്തു എന്നുകൂടി അറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട്. കുറച്ചുനാൾ കൂടി അവളെ വാച്ച് ചെയ്യാൻ അവർ നിർദ്ദേശം നൽകുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് റായും വന്ന് ഒരുപാട് സമയം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അവളെ അന്വേഷിച്ച് ജുവന്റെ സിസ്റ്റർ അവിടേക്ക് വന്നത്. ജെങ്സുവിന്റെ അടുത്ത് നിന്നാണ് റായും ആരാണ് എന്ന് അവൾ അന്വേഷിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു വാൾ തെറിച്ച് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജെങ്സു പെട്ടെന്ന് അവളെ താഴേക്ക് തള്ളിയിട്ടിട്ട് വാൾ അവളുടെ ദേഹത്ത് കൊള്ളാതെ രക്ഷപ്പെടുത്തുന്നു. പക്ഷേ വീഴ്ചയിൽ അവൾക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. എങ്ങനെയാണോ ഒരു പെൺകുട്ടിയെ സഹായിക്കുന്നത്? എന്നെ നിന്റെ വശത്തേക്ക് അടുപ്പിക്കുകയല്ലായിരുന്നോ വേണ്ടത് എന്നൊക്കെ ചോദിച്ച് അവൾ അവനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോഴേക്കും റായിമും ബാക്കി സീനിയേഴ്സും അങ്ങോട്ടേക്ക് ഓടി വന്നിരുന്നു. അബദ്ധം പറ്റിയതിന് അവർ സോറി പറയുന്നുണ്ട്. റായിമിനെ അവളെ കണ്ടപ്പോൾ മുമ്പ് എവിടെയോ കണ്ടതുപോലെ പരിചയം തോന്നുന്നുണ്ടെങ്കിലും ആരാണെന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ജുവന്റെ സഹോദരി ഹീവൺ ആണ് അതെന്ന് അവൾ അറിയുന്നത്. റായിമിനെ കാണാൻ വേണ്ടിയാണല്ലോ അവൾ വന്നത്. അവളോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവൻ അവളെ പുറത്ത് എവിടെ പോകാനായി ക്ഷണിക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ജെങ്സുവിന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് ഇവൻ അന്വേഷിക്കുന്നു. ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ അവൾക്ക് അവനെ ശരിക്കും പിടിച്ചിരിക്കുന്നു. റായും അവൾക്കൊപ്പം പുറത്തൊരു റെസ്റ്റോറന്റിൽ പോയിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് ജുവൻ താനാണ് എന്ന രീതിയിൽ അവന്റെ അമ്മയിൽ നിന്ന് ക്യാഷ് വാങ്ങിയതിനെ കുറിച്ച് അവൾ അറിയുന്നത്. ആ ക്യാഷൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അവൾ ചെലവാക്കിയത് കാരണം അമ്മ ഇപ്പോൾ അവളെ പറ്റി കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇവൻ അവളെ അറിയിക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നീ എന്താണ് എന്റെ ഫോൺ ഇതുവരെ കൊണ്ട് തരാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ജുവൻ അവളെ വിളിക്കുന്നുമുണ്ട്. റായും അപ്പോൾ തന്നെ അവനെ കാണാനായി പോകുന്നുണ്ട്. എന്തിനാണ് അമ്മയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചത്? എന്റെ അഭിമാനം തന്നെ നീ ഇല്ലാതാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ചെന്നപ്പോൾ തന്നെ പ്രശ്നമുണ്ടാക്കുന്നു. പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? നീ എപ്പോഴും ചെയ്യുന്നത് പോലെ അമ്മയോട് ഞാൻ സോറി പറയണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അമ്മ നിന്റെ തലയിൽ കയറി നിന്ന് നിരങ്ങും. ഇത് തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ലത് എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്കിടയിൽ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല. അതുകൊണ്ട് നിന്റെ അമ്മ എന്റെ കാര്യത്തിൽ ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യവുമില്ല. അക്കാര്യം അമ്മയോട് പറഞ്ഞേക്ക്. ഞാൻ അമ്മയോട് ക്ഷമ പറഞ്ഞതായും പറയണം. ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ. നീ മുമ്പ് പറഞ്ഞില്ലേ നിന്റെ ലൈഫിൽ എനിക്ക് മെർമെയ്ഡിന്റെ റോളാണെന്ന്. ഞാൻ അതിനെപ്പറ്റി പിന്നീട് കുറച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ മെർമെയ്ഡും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. മെർമെയ്ഡ് ആ രാജകുമാരനെ ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് പക്ഷേ അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന് വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് തിരികെ പോയത്. തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ജുവനെ നന്നായി വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവളുടെ പുറകെ ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ ലിഫ്റ്റിൽ കയറിയിരുന്നു. അവളോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവൾ ഇറങ്ങാൻ തയ്യാറാവുന്നില്ല. അവനാണെങ്കിൽ അതിനുള്ളിലേക്ക് പേടി കാരണം കയറാനും പറ്റുന്നില്ല. റായും ഡോർ അടച്ച് പോവുകയും ചെയ്യുന്നു. അവൻ സ്റ്റെയർ വഴി താഴേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടെങ്കിലും അവൻ താഴെ എത്തിയപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞിരുന്നു. അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും റായിമിന് നല്ല വിഷമമുണ്ട്. എന്നാലും വീട്ടിൽ ചെന്ന ഉടൻ തന്നെ അവനായിട്ട് അവിടെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അവൾ തിരികെ കൊടുക്കാനായി പാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഓസ്കയുടെ പാട്ട് ഇങ്ങനെ ഒരു കോപ്പിയുടെ വിവാദത്തിൽ പെട്ടിരിക്കുന്നതിനാൽ അവന്റെ ഇമേജിന് ചെറിയൊരു പ്രോബ്ലം വന്നിരിക്കുകയാണ്. അതൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി അവന്റെ മാനേജറുടെ നിർബന്ധപ്രകാരം അവനടുത്ത് തന്നെ ഒരു പ്രോഗ്രാം ചെയ്യേണ്ടി വരുന്നു. ആ പ്രോഗ്രാം കാണാനായി റായിമും എത്തുന്നുണ്ട്. പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ പോകുന്ന സമയത്ത്
ഫാൻസ് എല്ലാം കൂടി ഓസ്കയെ വളയുന്നു. റായം മാത്രം കുറച്ച് ദൂരെ നിന്ന് അവനെ വാച്ച് ചെയ്യുന്നുണ്ട്. വണ്ടിയിലേക്ക് കയറുന്നതിനിടയിൽ ഓസ്ക അവളെ കാണുന്നു. അങ്ങനെ അവൻ അവൾക്ക് മെസ്സേജ് അയച്ച് അവളുമായി ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്യുന്നുണ്ട്. റായമിന് അവൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് നന്നായി അറിയാമല്ലോ. അതുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അവൾ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ അവളെ വീട്ടിൽ കൊണ്ടാക്കാനായി വരുന്നുണ്ട്. വീടിനടുത്തെത്തി വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും പുറത്തിറങ്ങി നിന്നും സംസാരിക്കുന്നു. ആ സമയത്ത് യൂൻസിയോളിനെ കുറിച്ച് റായം അവനോട് പറയുന്നുണ്ട്. അന്ന് തിരികെ വരുന്ന വഴി മുഴുവൻ യൂൻസിയോൾ നല്ല കരച്ചിലായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു പെൺകുട്ടിയെ കരയിക്കുന്ന ആണിന് നല്ലത് വരില്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് പെൺകുട്ടികളെ കരയിക്കരുത് എന്നൊക്കെ റായം അവനോട് പറയുന്നുണ്ട്. ഇതിനിടയിൽ ഓസ്ക റായമിനെ പുകഴ്ത്തി എന്തോ പറയുന്നുണ്ട്. ആ സമയത്ത് അവൾ നാണം കൊണ്ട് കാൽ പുറകിലേക്ക് തട്ടുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ചിരിച്ച് തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുകയാണല്ലോ എന്നുള്ള ജൂവന്റെ ശബ്ദം അവർ കേൾക്കുന്നത്. രണ്ടുപേരും ഞെട്ടി നോക്കിയപ്പോൾ അവൻ അവരുടെ മുന്നിലായി നിൽപ്പുണ്ട്. ഇവൻ ഇതെപ്പോൾ ഇവിടെ എത്തി എന്നറിയാതെ രണ്ടുപേരും അമ്പരന്ന് അവനെ നോക്കി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഡ്രാമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.